In many such cases, we are not unbiased observers. We have an emotional stake in the outcome, perhaps merely because the borderline belief system, if true, makes the world a more interesting place, but perhaps because there is something there that strikes more deeply into the human psyche. If astral projection actually occurs, then it is possible for some thinking and perceiving part of me to leave my body and effortlessly travel to other places. An exhilarating prospect. If spiritualism is real, then my soul will survive the death of my body, possibly a comforting thought. If there is extraordinary perception, then many of us possesses latent talents that need only be tapped to make us more powerful than we are. If astrology is right, then our personalities and destinies are intimately tied to the rest of the cosmos. If elves, goblins, and fairies truly exist, there is a lovely Victorian picture book showing photographs of 6-inch high undraped ladies with gossamer wings conversing with Victorian gentlemen. Then the world is a more intriguing place than most adults have been led to believe. If we are now being, or in historical times have been, visited by representatives from advanced and benign extraterrestrial civilizations, perhaps the human predicament is not so dire as it seems. Perhaps the extraterrestrial will save us from ourselves. But the fact that these propositions charm or stir us does not guarantee their truth. Their truth depends only on whether the evidence is compelling. And my own and sometimes reluctant judgment is that compelling evidence for these and many similar propositions simply does not, at least as yet, exist. So, in many such cases, we are not unbiased observers. So, I have told you the story of a UFO, the restaurant incident. So, just imagine why people surrounded me. Plenty of people were excited. Almost every single person in that restaurant were excited. Why? Because if something fairy, or if an extraterrestrial being is coming to us, we all are excited, right? ഇപ്പോൾ അന്യഗ്രഹത്തിൽ നിന്നൊരു ജീവി നമ്മളെ കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയുണ്ടാവും, പക്ഷെ അതിനേക്കാൾ നമുക്ക് വലിയ എക്സൈറ്റ്മെൻ്റാണ്, ആകാംക്ഷയാണ്. ഈ ആകാംക്ഷയാണ് യഥാർത്ഥത്തിൽ കപടശാസ്ത്രവും വെച്ചുകൊണ്ട്, സ്യൂഡോ സയൻസ് വെച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന എല്ലാ മനുഷ്യരും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ടേക്ക് ദ കേസ് ഓഫ് അലക്സാണ്ടർ. വാട്ട് ഹി സെഡ് വാസ്, സി ദ സ്നേക്ക് ഓൺ മൈ ബോഡി ഈസ് ആക്ച്വലി എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്. God has sent this snake to me. ലാമർക്കീൻ ഇത് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഇത്തരത്തിലുള്ള ദിവ്യന്മാർ, ബീറ്റ് ഇൻ എനി റിലിജൻ, ദിവ്യന്മാരെല്ലാവരും നമ്മളോട് പറയുന്നത് ദേ ഹാവ് സ്ട്രേഞ്ച് എബിലിറ്റീസ് എന്നുള്ളതാണ്. സോ എവറി ടൈം യു ഗോ ആൻഡ് മീറ്റ് ഓർ കൺസൾട്ട് ദിസ് ദിവ്യൻ, വി ആർ ആക്ച്വലി എക്സ്പെക്ടിങ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. ഓക്കെ, യു മൈറ്റ് ബി എ സ്റ്റുഡൻറ്റ് ഓഫ് സയൻസ്, യു മൈറ്റ് ബി എ ഡോക്ടർ, ബട്ട് സ്റ്റിൽ യു ആർ എക്സൈറ്റഡ്. ഓക്കെ, അപ്പോൾ ആളുകളെ ആകാംക്ഷാഭരിതരാക്കാൻ കഴിഞ്ഞാൽ ആളുകളെ പെട്ടെന്ന് ചൂഷണം ചെയ്യാം എന്ന് എല്ലാ പറ്റിക്കൽ പ്രസ്ഥാനങ്ങൾക്കും അറിയാം. ഓക്കെ, ബി ഇറ്റ് ഇൻ റിലീജിയൻ, ബി ഇറ്റ് ഇൻ കോമേഴ്സ്, ബി ഇറ്റ് ഇൻ ദി ഇൻ ദി ഇൻഡസ്ട്രി, ഏത് സ്ഥലത്തും. അതായത് നിങ്ങളുടെ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾ കഴിക്കുന്ന ചപ്പാത്തിയിൽ ഗോതമ്പ് മാത്രമല്ല മറ്റ് ധാരാളം ധാന്യങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഹോർലിക്സ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഹോർലിക്സ് ആണെന്നും ഇതിൽ സ്ത്രീകളുടെ എല്ലിന് തേയ്മാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഘടകങ്ങളെല്ലാം ധാരാളം ചേർത്തിട്ടുണ്ട് എന്ന് പറയുകയും, അങ്ങനെ നിങ്ങൾ മറ്റൊന്നും കഴിക്കേണ്ട, നിങ്ങൾ ഈ സ്ത്രീകൾക്കായിട്ടുള്ള ഹോർലിക്സ് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന അതേ ലോജിക്ക് തന്നെയാണ് ഒരു പക്ഷേ നമ്മളെ
ദാ നിങ്ങൾ ഇന്ന കാര്യം ചെയ്തോളൂ, ഈ ഇന്ന കാര്യം ചെയ്താൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം പോകും എന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന, നിങ്ങൾ ഏത് മതവിശ്വാസത്തിൽപ്പെട്ടയാളാണോ ആ മതവിശ്വാസത്തിൽപ്പെടുന്ന ഒരു ദിവ്യൻ നിങ്ങളോട് പറയുന്നതും ഇത് തന്നെയാണ്, അല്ലെങ്കിൽ അത് കേൾക്കുന്നതും ഇതേ ലോജിക്കിൽ തന്നെയാണ്. ഓക്കെ, സോ ദ മാർക്കറ്റ് ഹസ് ചേഞ്ച്ഡ്. In modern days what happens is market comes to you. ഇപ്പം മുൻപ് നിങ്ങൾക്ക് ഇത് അന്വേഷിച്ച് പുറത്തേക്ക് പോകണമായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ടി വി തുറന്നാൽ ആദ്യം കാണുന്ന പരസ്യത്തിൽ ഒന്ന് ഈ പറഞ്ഞ ദിവ്യമായ കല്ലുകൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവെക്കുന്നതിനെ കുറിച്ചിട്ടായിരിക്കും. ഓക്കെ, so this is a change. This is the only change. But people are not unbiased observers. We all have that excitement. Okay, we have an emotional stake in the outcome. Perhaps merely because if the borderline belief system is true, it makes the world a more interesting place. Sorry. So what is the reason for this interest? എന്താണ് ആൾക്ക് ഇത്ര താല്പര്യം വരാൻ കാരണം? നോക്കൂ, ഇപ്പോൾ അന്യഗ്രഹ ജീവി വന്നിട്ട് നമ്മളെ എടുത്തുകൊണ്ട് പോയാൽ അതിനുശേഷം നമ്മൾ വിചാരിക്കുമ്പോഴൊക്കെ ചിറക് മുളയ്ക്കുമെന്ന് കരുതുക. അങ്ങനെ ചിറക് മുളച്ചാൽ വളരെ നല്ല കാര്യമല്ലേ? നമുക്ക് തോന്നുന്ന പോലെ പറന്ന് നടക്കാൻ കഴിയുമല്ലോ. Perhaps because there is something there that strikes more deeply into the human psyche. For example, if astral projection actually occurs, then it is possible for some thinking and perceiving part of me to leave my body and effortlessly travel to other places. If astral projection എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നോക്കൂ, then it is possible perceiving part of me to leave my body and effortlessly travel to other places. എൻ്റെ ശരീരം ഇവിടെ ആയിരിക്കും, പക്ഷേ എൻ്റെ മനസ്സ്, എൻ്റെ കാഴ്ച, ബാക്കി എനിക്ക് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് കൊണ്ടുപോകാം. അതാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ആസ്ട്രൽ പ്രൊജക്ഷൻ യഥാർത്ഥത്തിൽ സാധ്യമാണെന്ന് ആരെങ്കിലും ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ if spiritualism is real, ആത്മീയവാദങ്ങളെല്ലാം ശരിയാണ് എന്നുണ്ടെങ്കിൽ, the only thing that happens after death is my body will perish and the soul will remain. Has anyone ever seen a soul? Or is the concept or the existence of soul scientifically proven? No. Then, if possibly a comforting thought it is, and if there is extraordinary perception, then many of us possess latent talent that need only be tapped to make us powerful than we are. ഇപ്പോൾ നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ലേറ്റൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ഉപയോഗിക്കാത്തതായിട്ടുള്ള പലതരത്തിലുള്ള ടാലൻറ്റുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെറുതെ ഒന്ന് സ്വിച്ച് ഇടുന്നത് പോലെ ഓണാക്കി കൊടുത്താൽ നമുക്ക് പറന്ന് നടക്കാനും, നമുക്ക് കണ്ണടച്ചിരുന്നുകൊണ്ട് തന്നെ പുസ്തകം വായിക്കാനും, കണ്ണടച്ചുകൊണ്ടിരുന്ന് അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ പുസ്തകം മുഴുവൻ വായിച്ചു കഴിയാനും ഒക്കെ കഴിയുമായിരുന്നു. ബട്ട് ഇത് നിങ്ങൾക്ക് ഒരു സിനിമയ്ക്കകത്തോ ഒരു നോവലിനകത്തോ ഒക്കെ സാധ്യമാണ്. ബട്ട് ഇൻ റിയൽ ലൈഫ് ഇറ്റ്സ് നോട്ട് സയൻറ്റിഫിക്കലി പ്രൂവൺ ആൻഡ് ഇറ്റ്സ് എ ഫാക്ട്. ഇറ്റ്സ് നോട്ട് പ്രൂവൺ. Okay, and if astrology is right, astrology സത്യമാണെന്നുണ്ടെങ്കിൽ, everything you do or your destiny is already you are predestined in that sense. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാകുമെന്ന് മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് if astrology is true. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. സോ ഇഫ് എൽസ്, ഗോബ്ലിൻസ് ആൻഡ് ഫെയറീസ് ട്രൂലി എക്സിസ്റ്റ്, ഇപ്പോൾ മത്സ്യകന്യകമാരുടെ കഥകളോ അല്ലെങ്കിൽ കുട്ടിച്ചാത്തന്മാരുടെ കഥകളോ, എൽസ്, ഗോബ്ലിൻസ് എന്നൊക്കെ പറയുന്നതാണ്. ഇഫ് ദേ ട്രൂലി എക്സിസ്റ്റ്, ദെൻ ദ വേൾഡ് ഇസ് റിയലി ഇൻട്രീഗിങ്. അതൊക്കെ ഈ കുട്ടിച്ചാത്തന്മാരും ഭൂതപ്രേതാദികളും കുട്ടിച്ചാത്തന്മാരും ഒക്കെ യഥാർത്ഥത്തിൽ ഉണ്ട് എങ്കിൽ, നമ്മൾ ഈ ഇത്രയും കാലം ജീവിച്ച ഈ ലോകം എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ, every time a pseudo statement or a pseudo scientific claim is coming, it actually uses imagination in such a way that we all are bamboozled by the imagination. ഓക്കെ, ഈ ഭാവനാത്മകമായൊരു കഥയുമായിട്ടായിരിക്കും ഈ പറ്റിക്കൽ പ്രസ്ഥാനങ്ങളെല്ലാം വരിക. ആ കഥകൾ കേട്ടിട്ട് നമ്മൾ അത്ഭുതപ്പെട്ട് അതിൻ്റെ പിറകെ അങ്ങനെ പോവും എന്നുള്ളതാണ്. വി ഡോണ്ട് ആസ്ക് ഫോർ പ്രൂഫ്സ്. ഓക്കെ, so there is a lovely picture book showing the photograph of 6-inch high untrapped ladies with gossamer wings conversing with Victorian gentlemen. വിക്ടോറിയൻ കാലഘട്ടത്തിലുള്ളൊരു പുസ്തകം, അതിൽ ചിത്രങ്ങൾ അടങ്ങിയിട്ടുള്ള പുസ്തകമാണ്. അത് ചിറകൊക്കെയുള്ള സ്ത്രീകൾ വിക്ടോറിയൻ ജെന്റിൽമെന്മാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഉള്ള ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് സാഗൻ പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചിറകുകളുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും, അവരോട് വർത്തമാനം പറയാൻ എന്ത് രസമായിരിക്കും എന്നൊക്കെയാണ് സാഗൻ ചോദിക്കുന്നത്. അതിലുള്ള തമാശ ഇതാണ്, ഇറ്റ്സ് നോട്ട് സയൻറ്റിഫിക്കലി പ്രൂവൺ, ഇറ്റ്സ് ഓൺലി ആൻ ഇമാജിനേഷൻ.
Okay. And if we are now being or in historical times have been visited by representatives from advanced and benign extraterrestrial civilization, perhaps the human predicament is not so dire as it seems. Perhaps the extraterrestrial will save us from ourselves. ഇപ്പോൾ യഥാർത്ഥത്തിൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരും എന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആർ വി വെയിറ്റിംഗ് ഫോർ അവർ സേവിയേഴ്സ്, നമ്മളുടെ രക്ഷകർക്ക് വേണ്ടി നമ്മളപ്പോൾ ഇങ്ങനെ കാത്തു നിന്നുകൊണ്ടിരിക്കുകയാണോ? യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിന്ന് നമ്മൾ രക്ഷിച്ചു കൊണ്ടുപോകുന്ന അന്യഗ്രഹജീവി അന്യഗ്രഹത്തിൽ കൊണ്ടുപോയി നമ്മളെ എന്തായിരിക്കും ചെയ്യാൻ പോവുക? സി, it's so such funny questions are there, or unanswered, unaddressed questions are there. പക്ഷേ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എങ്കിൽ കൂടി ഈ കഥകൾ കേൾക്കാൻ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്, താല്പര്യമാണ് എന്നുള്ളതാണ്. ബട്ട് ദ ഫാക്ട് ദാറ്റ് ദീസ് പ്രൊപ്പോസിഷൻ ചാം ഓർ സ്റ്റിർ അസ് ഡസ് നോട്ട് ഗ്യാരണ്ടി ദ ട്രൂത്ത്. ഏതെങ്കിലും കഥ കേട്ടാൽ അത് വളരെ രസകരമായൊരു കഥയാണ് എന്നതുകൊണ്ട് ആ കേൾക്കുന്ന കഥകളെല്ലാം സത്യമാകണമെന്നില്ല. ശാസ്ത്രീയമായി സത്യം, ഹിയർ ദ ട്രൂത്ത് ഈസ് മീൻസ് സയൻറ്റിഫിക് ട്രൂത്ത്, സയൻറ്റിഫിക്കലി ട്രൂ ആണെന്ന് സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടാവണമെന്നില്ല. ഓക്കെ. ആൻഡ് ദെയർ ട്രൂത്ത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വെദർ ദി എവിഡൻസ് ഇസ് കമ്പല്ലിങ്. അഥവാ അത്തരത്തിലുള്ള സംഗതികൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ദോസ് പീപ്പിൾ ഹൂ മേക്ക് സച്ച് ക്ലെയിംസ് ഷുഡ് ഡെഫിനറ്റ്ലി ബ്രിങ് എവിഡൻസ്, നോട്ട് സിംപ്ലി എവിഡൻസസ്, compelling evidences to prove their claim. And in my own and sometimes reluctant judgment is that compelling evidence for such claims does not exist. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ ഇത്രയും കാലത്തെ പഠനത്തിൽ, ഗവേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇത്തരത്തിലുള്ള ധാരാളം അവകാശവാദങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിലും no one ever produced a compelling evidence. Or it can also mean that no compelling evidence really exists.